ഇന്ന് ബഷീറിന്റെ ഓർമ്മ ദിനം. ബഷീറിന്റെ എല്ലാ കൃതികളും തന്നെ കാലത്തിനൊപ്പം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പ്രകൃതിയുടെ കാര്യത്തിലായാലും പ്രണയത്തിന്റെ കാര്യത്തിലായാലും ഉറവറ്റാത്ത സ്നേഹത്തിന്റെ കാര്യത്തിലായാലും ആത്മവിശ്വാസവും സന്തോഷവും ജീവിതത്തിൽ പകരുന്നതിന്റെ കാര്യത്തിലായാലും എല്ലാം ബഷീറിന്റെ കഥകൾ ഇന്നും കാലത്തിനൊപ്പം സഞ്ചരിക്കുന്നു. മനുഷ്യൻ പ്രകൃതിയെ എങ്ങനെ ചേർത്തുപിടിക്കണമെന്ന വലിയ സന്ദേശം അദ്ദേഹത്തിന്റെ കൃതികളിൽ ഉടനീളം കാണും. ഒപ്പം തന്നെ പ്രണയത്തിന്റെ മാധുര്യവും സ്നേഹം എത്ര അളവിൽ നമ്മൾ മറ്റുള്ളവർക്ക് നൽകുന്നുവോ അതേ അളവിൽ നമുക്ക് അതിലുപരിയായി ചിലപ്പോൾ നമുക്ക് തിരിച്ചു ലഭിക്കും എന്ന സന്ദേശവും അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട് തന്റെ കൃതികളിലൂടെ. ഒപ്പം തന്നെ ആത്മവിശ്വാസം നഷ്ടപ്പെടുന്ന പല ഘട്ടങ്ങളിലും നമ്മൾ എങ്ങനെ ആത്മവിശ്വാസത്തോടെ കാര്യങ്ങളെ സമീപിക്കണം എന്നത് അദ്ദേഹത്തിന്റെ കൃതികളിലൂടെ നമുക്ക് കാണാം. സന്തോഷങ്ങൾ അതെത്ര ചെറുതായാലും നമ്മൾ ആസ്വദിക്കുക തന്നെ വേണം. അത് മറ്റുള്ളവർ എന്ത് നോക്കിക്കാണുന്നു എന്ന് നമ്മൾ ആലോചിക്കേണ്ട കാര്യമില്ല. ആ സന്തോഷങ്ങൾ നമുക്ക് വലിയ ഓർമ്മകളായിരിക്കും സമ്മാനിക്കുന്നത്. ഒപ്പം തന്നെ ജീവിതത്തിലുണ്ടാകുന്ന നഷ്ടങ്ങളും വേദനകളും ഒക്കെ വിജയത്തിലേക്കുള്ള ഒരു വഴിയാണ് എന്ന് തിരിച്ചറിവ് നമുക്കുണ്ടാകണമെന്ന് ബഷീർ പലപ്പോഴായി ഓർമ്മിപ്പിക്കുന്നുണ്ട്. വ്യത്യസ്തമായ തന്റെ ശൈലിയിലൂടെ മലയാളികളെ ആകെ തന്നെ തന്റെ സാഹിത്യ ലോകത്ത് വേറിട്ട് അടയാളപ്പെടുത്തിയ ബഷീറിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം.